നടൻ മമ്മൂട്ടി ഇപ്പോഴിതാ ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മഹാനടൻ മമ്മൂട്ടി ഇപ്പോൾ ശ്രീനിവാസൻ്റെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം തന്നെയാണ് മലയാളികളുടെ സ്വന്തം ശ്രീനിയേട്ടൻ, മലയാളികളുടെ സ്വന്തം മുഖശ്രീ. ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ പൊന്മുട്ടിടുന്ന താറാവ് എന്ന സിനിമയാകട്ടെ, അതിലെ തട്ടാൻ ഭാസ്കരൻ കേരളത്തിലെ ചെറുപ്പക്കാരുടെ തേപ്പ് കിട്ടിയ ചെറുപ്പക്കാരുടെ റോൾ മോഡലായും ഇന്നും തലമുറകൾക്കതീതമായി ഇന്നും ആ തേപ്പ് കിട്ടിയ ഒരു കാമുകനായി അദ്ദേഹം ആ വേഷപ്പകർച്ച നിറഞ്ഞാടിയപ്പോൾ ഇന്നും ഇപ്പോൾ പ്രിയ നടൻ, പ്രിയ സുഹൃത്ത് ശ്രീനിവാസനെ കാണാൻ മലയാളത്തിൻ്റെ മഹാതാരം മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിട്ടുണ്ട്. അവസാനമായ ഒരു നിമിഷം കാണാൻ മമ്മൂട്ടി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ആദ്യമായി എനിക്ക് ശമ്പളം നൽകിയ ആളാണ് നടൻ ശ്രീനിവാസനെന്ന്. അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം കാണാനാണ് ഇപ്പോൾ മലയാളത്തിൻ്റെ മഹാനടൻ, മഹാതാരം മമ്മൂട്ടി എത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയും ഭാര്യയും ഒപ്പമുണ്ട്. ഹൃദയഭാരത്തോടെ തൻ്റെ ഉറ്റ സുഹൃത്തിനെ അവസാനമായൊരു നോക്ക്. സുൽഫിയും ഒപ്പമുണ്ട്. വിനീത് ശ്രീനിവാസനോടക്കം സംസാരിക്കും. ശ്രീനിവാസൻ നൽകിയ തുകയാണ് തൻ്റെ ആദ്യ ശമ്പളം. അത്രത്തോളം ആത്മബന്ധമാണ് ഇരുവരും തമ്മിൽ. പല അഭിമുഖങ്ങളിലും ശ്രീനിവാസനുമായിട്ടുള്ള തൻ്റെ സൗഹൃദത്തിൻ്റെ ആഴം അതെല്ലാം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലൻ തുടങ്ങിയ ആ ഗാനങ്ങളിലും സിനിമയിലൊക്കെ മമ്മൂട്ടിയുടെയും ശ്രീനിവാസൻ്റെയും ഒക്കെ സൗഹൃദം കാണിച്ചു തരുന്ന സിനിമകളാണ്. അഴകിയ രാവണനായിക്കോട്ടെ, സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും അത്രത്തോളം സൗഹൃദം സൂക്ഷിച്ച രണ്ട് താരങ്ങളാണ് ശ്രീനിവാസനും മമ്മൂക്കയും. ഉറ്റ സുഹൃത്ത് വിട വാങ്ങുമ്പോൾ ഏറെ ഹൃദയഭാരത്തോടെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും അവസാനമായി ഒരു നോക്ക് കാണാൻ കണ്ടനാട്ടെ വീട്ടിൽ എത്തിയത്. അവിടെ നിന്നും മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ ഇപ്പോൾ മകൻ ധ്യാൻ ശ്രീനിവാസനും ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടനാട്ടെ വീട്ടിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉറ്റ സുഹൃത്തിന് പിന്നാലെ തൻ്റെ ഇളയ മകൻ ധ്യാനും എത്തിയിരിക്കുന്നു. ധ്യാനെ കണ്ടപ്പോൾ അമ്മ ഏറെ വികാരഭരിതയാകുന്നു. ഭാര്യ വിമല പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച. ഇളയ മകനും ശ്രീനിവാസനും തമ്മിലുള്ള ഒരു കോംബോ ഒന്നും മലയാളികൾ മറക്കില്ല. പല അഭിമുഖങ്ങളിലും അച്ഛനും മകനും തമ്മിലുള്ള ആ രസകരമായ പോരൊക്കെ മലയാളികൾ അത്രയേറെ കണ്ടതാണ്. അത്രത്തോളം ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു പിതാവും മകനുമാണ് ധ്യാൻ ശ്രീനിവാസൻ. അമ്മയുടെ കരച്ചിലിന് മുന്നിൽ ഏറെ നെഞ്ചുലയ്ക്കുന്നൊരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ടനാട്ടെ വീട്ടിൽ നിന്നും ധ്യാൻ ശ്രീനിവാസനും ഭാര്യ ശ്രീനിവാസൻ്റെ ഭാര്യ വിമലയും ധ്യാനിൻ്റെ അമ്മയും ഒരുമിച്ചിരുന്ന് കരയുന്ന ഒരു കാഴ്ച. ഒരു പക്ഷേ വിനീത് ശ്രീനിവാസൻ പിന്നെയും ആ ഒരു സാഹചര്യത്തെ തരണം ചെയ്തു. വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച കണ്ടനാട്ടെ വീട്ടിൽ നിന്നും നെഞ്ചുലയ്ക്കുന്ന ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കണ്ണുകളിൽ ഈറനണിയാതെ നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കില്ല. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പലപ്പോഴും അദ്ദേഹം പൊരുതി തന്നെ നിന്നു. രാവിലെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ധ്യാൻ മറ്റൊരു ഷൂട്ടിങ്ങിലായിരുന്നു, കോഴിക്കോടായിരുന്നു. യോഗ വാർത്ത അറിഞ്ഞ് കോഴിക്കോട് നിന്നും കണ്ടനാട്ടേക്ക് എത്തുകയായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ പിതാവിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ ഹൃദയം തകരുന്നൊരു കാഴ്ച കണ്ടനാട്ടെ വീട്ടിൽ നിന്നും. അതല്ലാതെ പറയാൻ വാക്കുകളില്ല.
കണ്ണുകൾ ഈറനണിഞ്ഞു പോകുന്നൊരു കാഴ്ച. പിതാവും മകനും തമ്മിലുള്ള ആ രസതന്ത്രം, ആ കെമിസ്ട്രി, ആ കോംബോ, അതൊക്കെ മലയാളികൾക്ക് നന്നായി അറിയാവുന്നതാണ്. പല അഭിമുഖങ്ങളിലും ഇരുവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ആ രസകരമായ സംഭാഷണങ്ങൾ.